അമ്മുമ്മ കാണാൻ വന്നോ ആരാ? എവിടുന്നാടി? ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വന്നോരാ. മുളനാട്. ഉളനാട്. ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വന്നവരാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. അതെ അതെ, സന്തോഷായില്ലേ? അവര് തന്ന വിഷു കൈനീട്ടം കണ്ടോ? കൃഷ്ണനാ. ഒരു ഫോട്ടോയും തന്നിട്ടുണ്ട് ചെറുത് അമ്മൂമ്മയുടെ കൂടെ വെക്കാൻ. അമ്മൂമ്മ കൃഷ്ണഭക്തി ആയതുകൊണ്ട് അമ്മൂമ്മക്ക് തന്നതാ. സന്തോഷായോ? സന്തോഷം. അമ്മൂമ്മയുടെ പേരില് പ്രത്യേക പൂജയും വഴിപാടും കഴിച്ചതിന്റെ പ്രസാദമായി തൊട്ടേക്കുന്നത്. എല്ലാരും ദൈവം അനുഗ്രഹിക്കും. പറഞ്ഞേക്കാം കേട്ടോ. വീഡിയോ ഒക്കെ കണ്ട് ഒത്തിരി ഇഷ്ടം തോന്നി വന്നതാണ്. അമ്മൂമ്മ അമ്പലത്തിലെ പ്രസാദം അമ്മൂമ്മയുടെ പേര് കഴിച്ച വഴിപാടാ. ഇത് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ വിഷുക്കൈ നീട്ടം അമ്മൂമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നത് കേട്ടോ. അമ്മൂമ്മയ്ക്ക് കൊണ്ടുവന്ന വിഷുക്കൈ നീട്ടാ കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും ഒരു കൃഷ്ണശ്രീ എന്ന് പറഞ്ഞൊരു പുരസ്കാരം ക്ഷേത്രത്തിന്റെ ഇതിൽ കൊടുക്കും. അത് ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന. അപ്പൊ ഈ വർഷം ഞങ്ങൾ അതിന് തെരഞ്ഞെടുത്തത് പത്തനാപുരം ഗാന്ധി ഭവന്റെ ചെയർമാൻ പുനലൂർ സോമരായ സാറിന്റെ. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ അവിടെ പോയപ്പം കണ്ട കാഴ്ച ഞങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമമുണ്ടായി. അതായത് മക്കളുണ്ടായിട്ടും ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരെ അവിടെ ഒരുപാട് കാണാൻ കഴിയും. അപ്പൊ എല്ലാ വർഷവും ഞങ്ങൾ വിഷുവിനൊക്കെ സന്ദേശം കൊടുക്കാറുണ്ട്. അത് കണ്ടതുകൊണ്ട് നമ്മള് അച്ഛനമ്മമാരെ ജീവിതാന്ത്യം വരെ ചേർത്ത് പിടിക്കുക. അപ്പൊ അതിന് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ഈ വീഡിയോ കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു വളരെ സന്തോഷം തോന്നി. ഇത്രേ ഈ അമ്മയെ ഇങ്ങനെ പരിചരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെല്ലാം നമ്മൾ തൊഴുന്നു. ചികിത്സക്കായിട്ട് കൊടുക്കുക. അത് 1% ഒന്നുമല്ല, ചില മാസങ്ങളിൽ 60-70% പൈസ വരെ കൊടുക്കേണ്ടി വരും. അമ്മൂമ്മ എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ. അമ്മ കൃഷ്ണന്റെ ഒരു കീർത്തനം ചൊല്ലി കേൾപ്പിച്ചേ. അഞ്ജനാശ്രീധരാചാര്യമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടണം ഇന്ദിരനാഥ ജഗന്നിവാസ കൃഷ്ണ നിന്റെ മുൻപിൽ വിളങ്ങിടേണം ഈരേഴുലതിനു മേഘനാഥ കൃഷ്ണ ഈരഞ്ജുതിക്കും നിറഞ്ഞ രൂപം ഉണ്ണി ഗോപാലക കമലനേത്ര കൃഷ്ണ ഉള്ളിൽ നീ വന്നു വസിച്ചിടേണം ഊഴിയിൽ വന്നു പിറന്ന ബാലകൃഷ്ണ പൂനം കൂടാതെ തുണച്ചിടേണം എന്നുള്ളിലുള്ളൊരു താപമെല്ലാം കൃഷ്ണ എന്നുണ്ണിക്കണ്ണ ശമിപ്പിക്കണം വേടലർ ബാണനു തുല്യമൂർത്തേ കൃഷ്ണ ഏറിയ മോദന കൈകൊള്ളുന്നേ ഐതിഹ്യമാകും സുഖത്തിലഹോ കൃഷ്ണ അയ്യോ നമുക്കൊരു മോഹമില്ലേ ഒട്ടല്ല കൗതുകം അന്നരങ്ങ കൃഷ്ണ ഓമത്തിരുമേ ഓടക്കുഴലേ മേളമോടെ കൃഷ്ണ ഓടി വരീരല്ലേ ഗോപബാലം ഔദാര്യകോമള കേളിച്ചില്ലേ കൃഷ്ണ ഔഗമ്യമില്ല ഗുണങ്ങൾക്കേതം അമ്പുജാലോചന നിൻപാദപങ്കജം അൻപോട് ഞാനിതാ കുമ്പിടുന്നേ അത്യന്ത സുന്ദരാണെന്ന സൂനോ കൃഷ്ണ അത്തര കളഞ്ഞെന്നെ പാലിക്കണം കൃഷ്ണ വർണ്ണ കൃഷ്ണേ കുലേശ്വര കൃഷ്ണാംബുജേക്ഷണ കൈതൊള്ളുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൊള്ളാം, അടിപൊളി. നന്നായിട്ടുണ്ട്. അതൊന്ന് നിവർത്തി കാണിക്കോ. കൊള്ളാം. അമ്മൂമ്മയ്ക്ക് എപ്പോഴും കാണാൻ ഒരു ഉണ്ണിക്കണ്ണനെ കേട്ടോ. അമ്മൂമ്മയ്ക്ക് എപ്പോഴും കൂടെ വെക്കാൻ ഒരു കൃഷ്ണന്റെ ഫോട്ടോ കേട്ടോ. നീ എന്നാ വേണ്ടത്? സന്തോഷായി.
ഈ അമ്മുമ്മ ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്ന കുടുംബത്തിന് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ആദരവ് നൽകുകയാണ്. അതോടൊപ്പം അമ്മുമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവുമായ മോഹൻലാലിനെ നേരിട്ട് കാണണമെന്നുള്ളതിന് ഞങ്ങളുടെ ക്ഷേത്രയോഗം ഭരണസമിതി ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ അതിനുള്ള അവസരം ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ഒന്നിക്കും. എല്ലാവരും മോഹൻലാൽ കാണാൻ വരും. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളുടെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ സെറ്റും കൊണ്ട് കൊടുത്തു വേണം അദ്ദേഹത്തിന്റെ മുന്നേ നിൽക്കാൻ കേട്ടോ. ഞങ്ങളുടെ ഉളനാട് അമ്പലത്തിന്റെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു സമ്മാനം കേട്ടോ. കേട്ടോ, അന്ന് ഇത് കൊടുത്തിരിങ്ങി സുന്ദരി കുട്ടിയായിട്ട് വേണം ഒന്ന് നിൽക്കാൻ കേട്ടോ. രാവിലെ വരുമെന്ന് പറഞ്ഞപ്പോഴേ മോഹൻലാൽ മെയ് 5-ന് വരുവോളെന്ന് പറഞ്ഞു. ആര് വരുമെന്ന് ചോദിച്ചാൽ ചോദിക്കാം മോഹൻലാൽ ഒരു മിനിറ്റ് കണ്ടെന്നാ ഒന്നുകൂടെ പിടിച്ചു വീഡിയോ ഓക്കെ. ഈ ക്ഷേത്രത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാവോ? ഒരു 130 വർഷത്തിന് മുമ്പ് പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വയസ്സിൽ താഴെയുള്ള കൃഷ്ണനായിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠാ സംഘം. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ദിവസമുള്ള ഉറിവഴിപാട്, നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയുള്ള ഉറിവഴിപാടും എല്ലാ മാസവും രോഹിണിക്ക് നടക്കുന്ന കാര്യസിദ്ധി പൂജ, അതുമാണ് അവിടുത്തെ രോഹിണി പൂജ. അത് രണ്ടുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. ഓക്കെ, ശരി. അമ്മുമ്മേനെ അവരോടൊന്നും മിണ്ടാത്തെ പോണോ? കൃഷ്ണന്റെ അമ്പലത്തിൽ പോന്നോ? എന്നാ പോകാൻ പറ്റുമോ? വണ്ടിയെ പോയല്ലേ. ആ, ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ പോവുക കേട്ടോ. അവരൊക്കെ പോവുക, എവിടെയാ? വീട്ടിലേക്ക് പോവുക തിരിച്ച്. ഇനിയും മരണം കേട്ടോ. തീർച്ചയായും എല്ലാരും മരണം കേട്ടോ. സന്തോഷം. ശരിക്കറിയാവില്ലേ? അമ്മുക്കുട്ടിയമ്മ മൊത്തം പേരറിയാവോന്ന് ചോദിച്ചേ. പരിചയമാ. അമ്മൂമ്മയുടെ മൊത്തം പേരറിയാവോന്ന് ചോദിച്ചേ. CP അമ്മുക്കുട്ടിയമ്മയാ. നിങ്ങളാരും മാറിപ്പോയില്ലേ? കുട്ടിയമ്മ. ആ, പറയുന്നുണ്ടോ നമ്മുടെ പേരെല്ലാം ഇംഗ്ലീഷിലും ഡയറി ഒക്കെ ആ, എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി എല്ലാരും മരണം കേട്ടോ. വരാം. ശരി. ഇൻസ്റ്റയിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുമോ? ഇല്ല, എഡിറ്റ് ചെയ്യണം, സമയം എടുക്കും. എന്നിട്ട് ആ വീഡിയോ ഇട്ട് ആ, തരാം. ഞാൻ വന്ന് ഇറങ്ങിക്കോട്ടെ. ആ, ശരി. വരാം. ഇത് നമ്മൾക്ക് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുതന്ന് വിഷു കൈനീട്ടാണ് അമ്മൂമ്മയ്ക്ക്. പിന്നെ അമ്മൂമ്മയ്ക്ക് പ്രത്യേകിച്ച് കൂടെ വെക്കാൻ വേണ്ടി ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയും കൂടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മയുടെ വിഷു കോടി. ഇനി അവർ പറഞ്ഞത് മോഹൻലാൽ വരുമ്പോൾ ഇതുടുത്ത് അമ്മൂമ്മ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അമ്മൂമ്മയ്ക്ക് ഈ സെറ്റ് എന്തിനാ തന്നേന്നറിയാവോ? എന്തിനാ? മോഹൻലാൽ വരുമ്പോ ഉടുക്കാനാന്ന്. ആ, ഉടുക്കാൻ അമ്മൂമ്മ ഇത് ഉടുത്തോണ്ട് വേണം ഇരിക്കാൻ. ആ, സൂക്ഷിച്ചു വെക്കാം. അമ്മയാണെങ്കിൽ എപ്പോഴും ശ്രീകൃഷ്ണന്റെ ഗുരുവായൂരപ്പന്റെ കീർത്തനങ്ങളും എല്ലാം ചൊല്ലി ഇന്ന് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളെല്ലാം കൂടെ കുഞ്ഞു കൃഷ്ണനെ കൊണ്ട് അമ്മൂമ്മയ്ക്ക് കൊടുത്തു. ഒത്തിരി സന്തോഷം. പ്രാർത്ഥിച്ച് കൃഷ്ണൻ വീട്ടിൽ വന്നു. കൃഷ്ണനെ വീട്ടിൽ വരുത്തി അമ്മ. പേരമ്മ പറഞ്ഞത് കേട്ടോ? അമ്മൂമ്മ പ്രാർത്ഥിച്ച് കൃഷ്ണനെ വീട്ടിൽ കൊണ്ടുവന്നെന്ന്. ആ, CP അമ്മുക്കുട്ടിയമ്മ വിളിച്ചോണ്ട് വന്നതാ. എന്റെ ദൈവമേ, അതെ, എന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ സുഖമായിട്ട് കഴിഞ്ഞാൽ മതി എല്ലാരും. അതെ, എനിക്കതേ ഉള്ള ആഗ്രഹം.